അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ടെക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഒരു സന്തോഷ വാർത്തയാണ്. ഓൺലൈനിൽ പൈസ വെച്ച് പൈസ ഉണ്ടാക്കുന്ന എല്ലാ ഓൺലൈൻ ബെറ്റിംഗ് ആപ്ലിക്കേഷൻസിനെയും ബാൻ ചെയ്തു എന്നുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഇതിനെ പ്രൊമോട്ട് ചെയ്തവർക്ക് ഇനി മുതൽ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് ഈ കാര്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ വേറെ ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിളിന്റെ മൂന്നാമത്തെ ആപ്പിൾ സ്റ്റോർ ബാംഗ്ലൂർ തുറക്കാൻ പോകുന്നുള്ള കാര്യമാണ്. സെപ്റ്റംബർ 2 തീയതിയാണ് ഉദ്ഘാടനം എന്ന് അറിയാൻ സാധിച്ചത്. അതേപോലെ തന്നെ അടുത്ത മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഐഫോൺ 70 സീരീസിന്റെ എല്ലാ മോഡൽസും പ്രോ മോഡൽസ് ഉൾപ്പെടെ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ തുടങ്ങിയെന്നും ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ ഇതിന്റെ വില കുറയാൻ ചാൻസ് ഉണ്ടെന്നും ചിലവർ പറയുന്നുണ്ട്. പക്ഷെ ഇതിലൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിൽ വലിയ തോതിൽ ഒപ്പീനിയൻ പറയുന്നില്ല. വേറെ ന്യൂസ് എന്ന് പറയുന്നത് ഗൂഗിൾ ഡ്രൈവിലുള്ള വീഡിയോസുകളൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എഡിറ്റർ അവർ റിലീസ് ചെയ്തെന്നുള്ള കേസാണ്. അത് വെച്ച് നമുക്ക് വീഡിയോസ് ട്രിം ചെയ്യാൻ സാധിക്കും, മ്യൂസിക് ആഡ് ചെയ്യാം, ഓവർലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇവർ ഇതിന് കുറച്ച് മുൻപും ഇതേപോലെ വീഡിയോസുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറെ ഫീച്ചേഴ്സ് ഒക്കെ കൊണ്ടുവന്നായിരുന്നു. ഫീച്ചേഴ്സ് ഒക്കെ പൈസ കൊടുത്താൽ മാത്രമേ കിട്ടൂ, ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നില്ല. അതേപോലെ തന്നെ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഓപ്പോന്റെ F31 Pro, F31 Pro പ്ലസിന്റെ സ്പെക്സ് ഒക്കെ ലീക്ക് ആയിരുന്നതാണ്. ഇതിൽ F31 ഡയമണ്ട് സിറ്റിന്റെ 6300 പ്രൊസസ്സറും അതുപോലെ പ്രോയില് ഡയമണ്ട് സിറ്റിന്റെ 7300 പ്രൊസസ്സറും പ്രോ പ്ലസിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 ആയിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. അതേപോലെ തന്നെ ഇത് എല്ലാ വേരിയൻസിലും 5000 mAh ബാറ്ററിയും അതുപോലെ തന്നെ 80 വാട്ടിന്റെ ചാർജർ ഉണ്ടാവുമെന്നാണ് കേൾക്കുന്നത്. ഏത് സെഗ്മെന്റിലാണ് വരുന്നത് അറിയില്ല. മിക്കവാറും ഈ സ്പെക് ഒക്കെ വെച്ച് എനിക്ക് ഒരു മിഡ് റേഞ്ച് ആയിരിക്കും എന്നുള്ള കാര്യമാണ്. വേറെ ന്യൂസ് എന്ന് പറയുന്നത് പിക്സലിന്റെ ഫോണും അതുപോലെ തന്നെ വാച്ചും എയർബഡ്സ് ഒക്കെ ലോഞ്ച് ചെയ്തെന്നുള്ള കേസാണ്. പ്രൈസിൽ ആകെ ഒരു ഡിഫറൻസ് വന്നിരിക്കുന്നത് ഫോൾഡിനാണ്. ഇതുവരെ ഉണ്ടായിരുന്ന 1,74,000 രൂപയായിരുന്നു. അതിൽ 2,000 രൂപ കുറച്ചിട്ടുള്ള കേസാണ്. ബാക്കി എല്ലാ ഫോണിനും പ്രൈസ് സെയിം തന്നെയാണ്. പിന്നെ ഒരു പ്രൈസ് ഇൻക്രീസ് വന്നിരിക്കുന്നത് ഗൂഗിളിന്റെ ബഡ്സ് 2a ആണ്. അതിന് ഇതുവരെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 10,000 രൂപയായിരുന്നു. എന്നാൽ അതിന്റെ പ്രൈസ് കൂട്ടി ഇപ്പോൾ 13,000 രൂപയായിട്ടുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് പുതിയതായിട്ട് അവർ ANC ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലോഞ്ച് ഇവനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ അയൽ പട്ടലിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യം കണ്ടു നോക്ക്. അതേപോലെ തന്നെ വേറെ ന്യൂസ് എന്ന് പറയുന്നത് വാട്സപ്പ് വോയിസ് മെയിൽ എന്ന് പറഞ്ഞൊരു ഫീച്ചറായിട്ട് ടെസ്റ്റിംഗ് നടക്കുന്ന കേസാണ്. അപ്പോൾ നിങ്ങൾ കോളൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിളിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ വോയിസ് കോൾ സെറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ ഓപ്പോന്റെ A6 5G എന്ന് പറഞ്ഞ മോഡൽ അടുത്ത് തന്നെ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന്റെ സർട്ടിഫിക്കേഷൻ ഒക്കെ ഇപ്പോൾ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ സ്പെക്സ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 6 Gen 1 ആയിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ 50 MB മെയിൻ ക്യാമറ, 16 MB സെൽഫി ക്യാമറ ഒക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത്. വേറെ സ്പെക്സുകളൊന്നും വന്നിട്ടില്ല. ഓപ്പോ ആയതുകൊണ്ട് തന്നെ മിക്കവാറും ഇന്ത്യയിലും അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഓപ്പോന്റെ Find X9 Proന്റെ സ്പെക്സ് വന്നിട്ടുള്ള കാര്യമാണ്. ഇതിന് വരുന്ന പ്രൊസസ്സർ പറഞ്ഞാൽ ഡയമണ്ട്സിന്റെ 9500 പ്രൊസസ്സർ ആയിരിക്കും. അതുപോലെ തന്നെ 50 MB മെയിൻ ക്യാമറ, 200 MB ടെലിഫോട്ടോ വിത്ത് 3x ഒപ്റ്റിക്കൽ സൂം, പിന്നെ 50 MB ഫ്രണ്ട് ക്യാമറ, അതേപോലെ തന്നെ 7500 mAh ബാറ്ററി, 80 വാട്ടിന്റെ ചാർജർ, 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതാണ് അറിയാൻ സാധിച്ചത്. ഇന്നാണ് ലോഞ്ച് ചെയ്യുന്നത് കറക്റ്റ് അറിയില്ല, പക്ഷേ അടുത്ത് തന്നെ ലോഞ്ച് ഉണ്ടാവുന്നതാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ OnePlusന്റെ പാഡ് സെപ്റ്റംബർ 1 വീക്ക് തന്നെ ലോഞ്ച് ചെയ്യുന്ന കാര്യമാണ്. അതിന്റെ സെയിൽസ് സെപ്റ്റംബർ 5 തുടങ്ങുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഡേറ്റ് കറക്റ്റായിട്ട് കൺഫേം ചെയ്തില്ല. എന്തായാലും സെപ്റ്റംബർ 5 മിക്കവാറും 1-2 ആയിരിക്കും അതിന്റെ ലോഞ്ച് വരാൻ പോകുന്നത്. ഇനി ഇതിന്റെ സ്പെക്സ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 ലൈറ്റിന്റെ പ്രൊസസ്സർ ആയിരിക്കും. അതുപോലെ തന്നെ 12,000 mAh ബാറ്ററി, അതുപോലെ തന്നെ 140 Hz സപ്പോർട്ട് ചെയ്യുന്ന LCD ഡിസ്പ്ലേ ആയിരിക്കും എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അതേപോലെ തന്നെ ടെക്നോന്റെ സ്പാർക്ക് സ്ലിം എന്ന് പറഞ്ഞ ഫോൺ അടുത്ത് തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന പറഞ്ഞ ന്യൂസ് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വരുന്നത് 5.57 mm തിക്നെസ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാംസങ്ങിന്റെ എഡ്ജും അതുപോലെ പുതിയതായിട്ട് ഐഫോണിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന എയർ അതിൻ്റെയൊക്കെ ഒരു തിക്നെസ് ഒക്കെയാണ് ഇതിന് വരാൻ പോകുന്നത്. ഇതിന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ 3200 mAh ബാറ്ററി ആയിരിക്കും. അതുപോലെ തന്നെ 50 MB മെയിൻ ക്യാമറ, പിന്നെ 140 Hz സപ്പോർട്ട് ചെയ്യുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് 80,000 രൂപയായിരിക്കും. പക്ഷേ ഇതിന്റെ ബാക്കിയുള്ള പ്രൊസസ്സർ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതേപോലെ തന്നെ വേറെ ന്യൂസ് എന്ന് പറഞ്ഞാൽ ട്രംപ് ഒരു ഫോൺ ഇറക്കുമെന്ന് പറഞ്ഞത് T1 എന്ന് പറഞ്ഞ ഫോൺ. അപ്പോൾ അത് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ഇറങ്ങുന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞത്. പക്ഷേ അത് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ഒന്നും ലോഞ്ച് ഉണ്ടാവില്ല എന്നാണ് കേൾക്കുന്നത്. ഈ വർഷം ലാസ്റ്റ് ഒക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ റിയൽമി 10,000 കൂടുതൽ mAh ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു ഫോൺ ഇറക്കാൻ പോകുന്ന പറഞ്ഞൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്. ഏത് ഫോണാണ് എപ്പോഴാണ് ഇറക്കുന്നതെന്നൊന്നും അറിയില്ല. പക്ഷേ ആകെ അവർ റിലീസ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്ററാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഓഗസ്റ്റ് 25 പറയുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.